ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചത്. കട്ടിളപ്പാളി സ്വർണം പൊലിഞ്ഞതാണ് എന്നതിന് രേഖകളില്ല എന്നാണ് എൻ വാസുവിന്റെ വാദം. സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് രേഖകളിൽ തെറ്റായി രേഖപ്പെടുത്തി കവർച്ചയ്ക്ക് ഒത്താശ ചെയ്തുവെന്നാണ് രണ്ടാം പ്രതിയായ മുരാരി ബാബുവിനെതിരായ കുറ്റം. വിശദാംശങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, രണ്ടുപേരുടെയും ജാമ്യാപേക്ഷയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. നേരത്തെ വിജിലൻസ് കോടതി ഇരുവരുടെയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. കോടതി നടപടികളുടെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സുരേഷ്, സ്വർണ്ണക്കവർച്ചാ കേസിൽ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ രണ്ടാം പ്രതിയായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, മൂന്നാം പ്രതി മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന എൻ വാസു, ഇവരുടെയും ജാമ്യാപേക്ഷകളിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്ന് വിധി പറയാനിരിക്കുന്നത്. നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷകൾ തള്ളിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുവരും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യത്തിനായിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹർജി നൽകുകയും ചെയ്തത്. പ്രധാനമായിട്ടും എൻ വാസു വാദത്തിനിടെ ഹൈക്കോടതിയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഉന്നയിച്ചിരുന്നു. അതായത് താൻ ഈ ഒരു സംഭവത്തിൽ നിരപരാധിയാണ്, മാത്രവുമല്ല ഈ കട്ടിളപ്പാളി എന്ന് പറയുന്നത് സ്വർണം പൊതിഞ്ഞതാണെന്ന് രേഖകളില്ല എന്നുള്ളതായിരുന്നു എൻ വാസു അഭിഭാഷകൻ മുഖേന ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചത്. തുടർന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഉണ്ടെങ്കിൽ അവ സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാരിന് രേഖകളൊന്നും തന്നെ സമർപ്പിക്കാൻ സാധിച്ചില്ല. പകരം ചില സ്റ്റേറ്റ്മെന്റ്സുകൾ, അതായത് ചില മൊഴികൾ മാത്രമാണ് തെളിവായിട്ട് ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് CEO ആയിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയുടെ മൊഴിയാണ് ഇതിന് തെളിവായിട്ട്, അല്ലെങ്കിൽ ഒരു സാധൂകരിക്കുന്ന ഘടകമായിട്ട് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ഒരു മറു ചോദ്യമുണ്ട്. ഈ വാമൊഴി മാത്രമേ ഉള്ളൂ, രേഖകളൊന്നും ഇല്ലേ എന്നുള്ളൊരു ആവർത്തിച്ചുള്ള ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അന്ന് ഉണ്ടായത്. എന്തായാലും വാസു പറയുന്നത് ഈ രേഖകളിൽ സ്വർണമെന്നല്ല രേഖപ്പെടുത്തിയിരിക്കുന്നത്, ചെമ്പെന്ന് തന്നെയാണ്. ഇത് സംബന്ധിച്ച് ദേവസ്വത്തിന്റെ പക്കലോ സംസ്ഥാന സർക്കാരിന്റെ പക്കലോ ഇവ സ്വർണം പൊതിഞ്ഞതാണെന്ന് സാധൂകരിക്കുന്ന രേഖകളില്ല എന്നുള്ള ഒരു പ്രസ്തുത വാദം, അല്ലെങ്കിൽ പ്രസക്തമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഹൈക്കോടതിയിൽ വാസു മുന്നോട്ട് വെച്ച്. അത് ഖണ്ഡിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മറുവാദം ഉന്നയിക്കാനായിട്ട് ഒരു തെളിവായിട്ട് പോലും സംസ്ഥാന സർക്കാരിന് ഒന്നും തന്നെ ഹൈക്കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചതുമില്ല. മറ്റൊന്ന്, മുരാരി ബാബു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു അന്ന്. ഈ മുരാരി ബാബുവിനെതിരായിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തി, അതായത് സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തി, മഹസിൽ രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ടുള്ള മുരാരി ബാബുവിനെതിരായിട്ടുള്ള കുറ്റം. വാസു ആണെങ്കിൽ 2019 ദേവസ്വം കമ്മീഷണർ ആയിരുന്നു. അതിനുശേഷമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത് ഈ A. പത്മകുമാറിന് ശേഷം. ഈ 2019 ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ വാസു ഈ ഒരു സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തി നൽകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് SIT സംഘത്തിന്റെ കണ്ടെത്തൽ. എന്തായാലും ഇവരുടെ ഈ രണ്ടുപേരുടെയും ജാമ്യാപേക്ഷകളിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം വിജിലൻസ് കോടതി ഈ സ്വർണ്ണക്കവർച്ചാ കേസുമായി ബന്ധമുള്ള എല്ലാ പ്രതികളുടെയും ജാമ്യാപേക്ഷകൾ നേരത്തെ തന്നെ തള്ളിയതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുവരും ഹൈക്കോടതി സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് A. ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഈ ജാമ്യാപേക്ഷകളിൽ ഇന്ന് വിധി പറയാനിരിക്കുന്നത്. സുരേഷ്, രണ്ട് പ്രതികളുടെയും ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഇന്ന് നിർണായകമായ വിധി പ്രഖ്യാപിക്കുക. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.